സ്കൂളിൽ പോണ കുട്ടികളുള്ള ഉമ്മമാർക്കൊക്കെ നേരെ വെളുത്താൽ പിന്നെ ലഞ്ച് ബോക്സിൽ എന്ത് കൊടുത്തുവിടും എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബട്ടറും ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഒറിഗാനോയും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ബീൻസിന് പകരം ഞാനിവിടെ പയർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ കയ്യിലുള്ളത് എടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കന് പൊരിച്ചത് ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുള്ള ചിക്കന് പൊരിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോസും വെജിറ്റബിൾസൊക്കെ നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിൻ്റെ ഒരു അളവിനനുസരിച്ചിട്ടുള്ളത് എടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് യോജിച്ച് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി നമുക്കിത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാം. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റൈസാണ് കേട്ടോ. ഈ ഒരു ഒറിഗാനോയുടെയും ആ ഒരു വെളുത്തുള്ളിയുടെ ബട്ടറിൽ മൂത്തിട്ടുള്ള ആ ഒരു ഫ്ലേവറൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.